കേട്ടിരിക്കുന്ന മനുഷ്യരെ പറ്റി, നല്ല കേൾവിക്കാരാകുന്നതിൻ്റെ ഭംഗിയെപ്പറ്റിയൊക്കെ നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. കേട്ടിരിക്കാൻ ഇഷ്ടമുള്ള പലരും ഈ വീഡിയോ കാണുന്നുണ്ടെന്നും അറിയാം. ഒരു ബന്ധത്തിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് മറ്റൊരു മനുഷ്യനെ കേൾക്കുന്നത്. എങ്കിലും എല്ലായ്പ്പോഴും എല്ലാ സമയവും മറ്റൊരാൾക്ക് വേണ്ടി അവൈലബിൾ ആകണമെന്നില്ല. ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആകേണ്ടതുണ്ട്. മറ്റൊരു മനുഷ്യൻ്റെ ട്രോമ, വിഷമങ്ങൾ, വൈകാരിക പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി മാനസികമായ ഒരു ആരോഗ്യം, എനർജി നമുക്കുണ്ടോ എന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അങ്ങനെയല്ല എങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ വ്യക്തിപരമായി നമ്മളെയും ബാധിക്കാം. ഒരു ട്രോമ എങ്ങനെ ഡീൽ ചെയ്യാം, വൈകാരിക മാനസിക പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്ന് പഠിച്ച സൈക്കോളജിസ്റ്റുകൾ പോലും ആഴ്ചയിൽ കൃത്യമായ ബ്രേക്ക് എടുക്കുകയും ആവശ്യമുണ്ടെങ്കിൽ തെറാപ്പി സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. കുറുന്തോട്ടിക്കും വാദമോ എന്ന് ആലോചിക്കേണ്ട. മനുഷ്യർക്ക് കൃത്യമായ വിശ്രമവും സന്തോഷവും ഒക്കെ ലഭിച്ചാൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. ഇനി മുതൽ മറ്റൊരു മനുഷ്യനെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ വൈകാരികമായും മാനസികമായും നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ എന്ന് സ്വയം ഉറപ്പുവരുത്തുക.